പട്ടേൽ, സുഭാഷ് ചന്ദ്രബോസ്, ഏറ്റവും ബഹുമാന്യരായ ഗുരുനാഥന്മാരെ, വിദ്യാർത്ഥിനികളെ, പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എന്റെ സ്നേഹാഭിവാദ്യങ്ങൾ. ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഉജ്ജ്വലമായ സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ സുന്ദര സുരഭിലമായ ആഘോഷവേളയിലാണ് നാം സന്നിഹിതരായിരിക്കുന്നത്. 1947 ഓഗസ്റ്റ് 15 അർദ്ധരാത്രിയിൽ ചെങ്കോട്ടയുടെ അങ്കണത്തിൽ 200 വർഷം ഇന്ത്യയിൽ പാറിപ്പറന്ന യൂണിയൻ ജാക്ക് പതാക വലിച്ചു താഴ്ത്തി. അശോക സ്തംഭാലങ്കൃതമായ ത്രിവർണ പതാക പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യമുള്ള ഇന്ത്യയുടെ ആകാശത്തിലേക്ക് വലിച്ചുയർത്തിയത് സ്വാതന്ത്ര്യത്തിന്റെ ഉന്നതമായ അഭിമാനദായകമായ ആഭിജാത്യ ജീവിതത്തിലേക്ക് ഭാരതത്തിന്റെ മണ്ണിന്റെ മക്കൾ കാലെടുത്തു വെച്ച മഹാസുദിനത്തിന്റെ ഓർമ്മകൾ അമരസ്മരണ പോലെ ഓരോ ഇന്ത്യക്കാരന്റെയും മനസ്സിലും ചിന്തയിലും അഭിമാനം നിറയ്ക്കുന്ന സ്വാതന്ത്ര്യ ദിനം. അതേ ഓഗസ്റ്റ് 15, അതേ വെള്ളക്കാരന്റെ അക്രമ ഭരണത്തെ ഭാരതം എന്ന പുണ്യഭൂമിയിൽ നിന്നും നിർമാർജനം ചെയ്യാൻ, പാരതന്ത്ര്യത്തെ ഇന്ത്യയിൽ നിന്നും ഉച്ചാടനം ചെയ്യാൻ, സ്വാതന്ത്ര്യത്തിനായുള്ള വീരസമര പോരാട്ടങ്ങളുടെ പടപ്പുറപ്പാടിന്റെ പടപ്പാട്ടുകൾ എന്റെ പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരും സിരകളിൽ അഗ്നി ജ്വലിക്കുന്ന അനുഭവത്തോടെ കേട്ടവരും അറിഞ്ഞവരും പഠിച്ചവരുമാണ്. സ്വാതന്ത്ര്യത്തിനായി മുന്നേ നടന്നവർ മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ഉരുക്കുമനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേൽ, സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്, ബാലഗംഗാധര തിലക്, മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി, അവരുടെ വീരമാതാവ് ബി അമ്മാൻ എന്ന അബാദി ബാനു ബീഗം, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ഒരുപാട് വീര രക്തസാക്ഷികളുടെ ധീരദേശാഭിമാനികളായ നക്ഷത്ര തുല്യരായ മഹാരഥന്മാരുടെ ഭഗീരഥ പ്രയത്നത്തിലൂടെയാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ മധു നമ്മൾ നുകരുന്നത്. സ്വാതന്ത്ര്യം ഒരു സുപ്രഭാതത്തിൽ ബ്രിട്ടീഷുകാരൻ തളുകയിൽ വെച്ച് നമുക്ക് നീട്ടിയതല്ല. സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധമായ വായു ശ്വസിക്കാൻ, അഭിമാനത്തോടെ ജീവിക്കാൻ, അടിമത്വം പിഴുതെറിയാൻ അഹോരാത്രം പരിശ്രമിച്ചവർ, ജാതിയും മതവും വർഗവും വർണ്ണവും പരിഗണിക്കാതെ ഭാരത മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എന്ന ഒരേ വികാരത്തോടെ പോരാടി സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാരഥന്മാരുടെ പാരമ്പര്യവും പൈതൃകവും കളഞ്ഞു കുളിക്കുന്ന വർത്തമാനകാലത്തിലാണ് നാം ജീവിക്കുന്നത്. പൈതൃകങ്ങളെല്ലാം വൈകൃതങ്ങൾക്ക് വഴിമാറുന്ന അഭിനവ കാലഘട്ടത്തിൽ ശക്തമായ തിരിഞ്ഞുനോട്ടം അനിവാര്യമാണ്, ആവശ്യമാണ്. ഇക്കണ്ടതാണ് ഇന്ത്യയെങ്കിലും ദീനവർ തല്ലിയോടിച്ചു വെറുതെ സായിപ്പിനെ എന്ന് മഹാകവി പിയെ കൊണ്ട് പറയിപ്പിച്ചു നമ്മൾ. ഇന്ത്യ നിന്റെ വയത്തിൽ പിറന്നതിന്റെ നാണം മറക്കാൻ ഒരു സ്വതന്ത്ര പതാക പോലും ഇല്ലാതെ ഞാൻ ചൂടി ഉറഞ്ഞു പോകുന്നു എന്ന് കവി സച്ചിദാനന്ദനെ കൊണ്ട് പറയിപ്പിച്ചു നമ്മൾ. ജാതിയും മതവും വർഗവും വർണ്ണവും പറഞ്ഞ് പരസ്പരം വെറുപ്പ് പ്രചരിപ്പിക്കാൻ മത്സരിക്കുന്ന ഒരുപാട് ആളുകൾ. ഇത് ഇന്ത്യയുടെ പാരമ്പര്യമല്ല. നമ്മുടെ മഹത്തായ രാജ്യം സമത്വവും ഐക്യവും സമഭാവനയും പ്രചരിപ്പിക്കട്ടെ, അതിൽ മുന്നോട്ട് പോവട്ടെ. ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ഇന്ത്യയിലെ ഒന്നാമത്തെ ബഹിരാകാശ സഞ്ചാരി രാകേഷ് ശർമ്മ ഭ്രമണപഥത്തിലായിരിക്കെ അന്നത്തെ പ്രധാനമന്ത്രിയുമായി വിനിമയം നടത്തവേ പ്രധാനമന്ത്രി ചോദിച്ചു, മിസ്റ്റർ ശർമ്മ, അങ്ങ് മേളിൽ നിന്ന് നോക്കുമ്പോ എങ്ങനെയുണ്ട് നമ്മുടെ ഭാരതം? രാകേഷ് ശർമ്മയുടെ അതരങ്ങളിൽ തത്തിക്കളിച്ചത് ഭാരതരത്നം ഇക്ബാലിന്റെ വരികളാണ്. സാരേ ജഹാം സേ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാരാ, സർവലോകത്തെക്കാളും മനോഹരം നമ്മൾ ഭാരതം ഹിന്ദുസ്ഥാനം. ഈ ഒരു മാനസിക അവസ്ഥയിൽ മുന്നോട്ട് പോവാൻ ഈ സ്വാതന്ത്ര്യ ദിനം നമുക്ക് പ്രചോദനമാവട്ടെ എന്നാശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. മേരാ ഭാരത് മഹാൻ ജയ് ഹിന്ദ്. ആലോചിച്ച് നോക്കി എന്തൊക്കെ കള്ളമാണ്. ഇത് സീരിയസ് ആയ പോയിന്റ് ആണ്. ആദ്യം പറഞ്ഞു അശാസ്ത്രീയമായ